നമസ്കാരം. ഇന്ന് വൈകിട്ടത്തെ രാഷ്ട്രീയ ചർച്ചകൾ കംപ്ലീറ്റ് ആയിട്ട് പത്തനംതിട്ട അങ്ങോട്ട് എടുത്തു. PC ജോർജ്, അനിൽ ആന്റണി, പത്തനംതിട്ട. ഇന്ന് വൈകിട്ട് എല്ലാ ചാനലുകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വാർത്ത അതുമായി ബന്ധപ്പെട്ടതാണ്. PC ജോർജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം, അതിനെക്കുറിച്ചിട്ട് വലിയ ചിന്തകൾ പല ആളുകൾക്ക് ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ സാധാരണ ജനവും കേരളത്തിലെ ഈ രാഷ്ട്രീയത്തെ വളരെ സാധാരണമായി നോക്കിക്കാണുന്ന ആളുകളും ഒട്ടും പ്രതീക്ഷിക്കാതാണ് അനിൽ ആന്റണിയുടെ ഒരു കടന്നുവരവ്. അനിൽ ആന്റണി കടന്നു വരുമ്പോൾ അതിന്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ള കുറേയധികം സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. PC ജോർജ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അത് തന്നെയായിരുന്നു എനിക്കും പല ആളുകളെ പോലെ അറിയേണ്ടത്. PC ജോർജ് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് അതുപോലെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില ആകുലതകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് അത്ര പരിചയമില്ല, അവർക്ക് വേണ്ടി അനിൽ ആന്റണിയെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. AK ആന്റണി നേരിട്ട് വന്ന് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അനിൽ ആന്റണിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ടഫാണ് എന്ന് PC എടുത്തു തന്നെ പറയുന്നുണ്ട്. PCക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം മോഹമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ വലിയ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെയാണ് PC അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം ഇന്നലെയും ഞാൻ PC-യുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കാസ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാസ ഒരു ക്രിസ്ത്യൻ യുവജന പ്രസ്ഥാനമാണ്, എല്ലാ വിഭാഗങ്ങളും അതിലുണ്ട് എന്നൊക്കെ PC അവിടെ എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ PC കാസയിലേക്ക് പോകുന്നതും കാസ PC-യെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കണം. അതേപോലെ ഞാനിപ്പോൾ കേട്ട ആ ഒരു പ്രതികരണത്തിന്റെ അവസാനമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ശരിയാണ്, അദ്ദേഹം NSSന്റെ ആസ്ഥാനത്ത് പോയതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിരുന്നു. ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിരുന്നു. പെന്തക്കോസ്റ്റ് സഭ അംഗങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് കേട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ആ സൈഡിൽ ചെയ്തിരുന്നു. പത്തനംതിട്ടയ്ക്കോ കേരളത്തിനോ ഒരു സുപരിചിതല്ല ഈ അനിൽ ആന്റണി എന്നുള്ളതാണ് ആകെ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ AK ആന്റണിയുടെ മകനാണ്. പക്ഷേ AK ആന്റണി മകൻ എന്ന നിലയിൽ അനുഭവത്തിൽ സംസാരിക്കുക നന്നായിരുന്നു. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി അല്ലല്ലോ, പാർട്ടിയല്ലേ വരുന്നത്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ നേതൃത്വം ആരെ പ്രഖ്യാപിക്കുന്നു അവർ നമ്മുടെ സ്വന്തമാകുക. സാധാരണ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആദ്യം വരുമ്പം പരിചയപ്പെടുത്താതെ തന്നെ സ്ഥാനാർത്ഥി ജനം അറിയും. മനസ്സിലായോ? അത് ഭയങ്കര ലാഭമാണ്. ഇത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുത്തി പറഞ്ഞ് മനസ്സിലാക്കി പരിചയപ്പെടുത്തണം എന്നൊരു പ്രശ്നമാണ്. അതെ, ഡൽഹിയായിട്ട് ബന്ധമില്ല, ഇവിടെ ബന്ധമില്ല. കേരളം എന്താണെന്ന് പോലും ചോദിച്ചാൽ അറിയില്ല പറയാൻ. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. അതിനകത്തുള്ള പ്രശ്നമല്ല ഞാൻ ചോദിക്കാതെ തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളം ഈ പത്തനംതിട്ട പാർലമെന്റ് നിയമമണ്ഡലത്തിലെ BJPയുടെ RSS നേതാക്കന്മാർ അവരുടെ അഭിപ്രായം രൂപീകരിച്ചപ്പം ഒരു 195 പേരും PC ജോർജ് എന്ന പേര് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പേര് രംഗത്ത് വന്നേ. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല, എന്നെ വിശ്വസിച്ചോളൂ. അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാകുന്ന എതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എനിക്ക് വിരോധമില്ല അവരോട്. പക്ഷേ അവർക്ക് ഞാൻ തുഷാറിൻ്റെ കുട്ടികളെന്നാണ് പറയുന്നത്. എന്ത് പറയാം, എനിക്ക് ഈ അന്നാൻ്റെ പറ്റി ഒരു ബന്ധമില്ല. ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ജ്യോതി കണ്ടു എന്നുള്ളതല്ല, അതിൽ കൂടുതൽ ബന്ധം എനിക്കില്ല. പിന്നെ അതിന് മുമ്പ് ഡൽഹി വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതല്ലാതെ അയാളുടെ കഴിവുകളെപ്പറ്റി പറയാൻ എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിയത്തില്ല. 2 ദിവസത്തിനകം വന്ന് എന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വന്നു കഴിയുമ്പോൾ അയാളെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങളെ അറിയിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സജീവമായിട്ട് പ്രവർത്തനത്തിൽ അതിൻ്റെ മാറ്റം BJPയുടെ സ്ഥാനാർത്ഥിയുടെ ആരും ഒന്ന് അയാളെ ജയിപ്പിക്കും. അതിനുവേണ്ടി മാക്സിമം ഞാൻ. എന്താണെങ്കിലും PC ജോർജിന് ഇലക്ഷൻ പ്രചാരണങ്ങളിൽ BJPയോട് ചേർന്ന് അനിൽ ആന്റണി എല്ലാവർക്കും പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരമായിരിക്കും ഇനി ഉണ്ടാവുക. അനിൽ ആന്റണിക്ക് PC അംഗങ്ങളുടെ കൂടെ നടന്ന് പത്തനംതിട്ടയൊക്കെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു സാവകാശവും ഈ ഒരു അവസരത്തിൽ ലഭിക്കും. ഇനിയിപ്പോൾ അനിൽ ആന്റണിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ PCയുടെ പ്ലാൻ, അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് എന്തായിരുന്നു? ശബരിമല തൊട്ടടുത്ത് എവിടെയുള്ള ഒരു മുരുകൻ മലയെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് സംയോജിപ്പിച്ച് ഒരു റിലീജിയസ് പ്രോജക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. എല്ലാ ആളുകളും കേരളത്തിലേക്ക് വരുന്ന ഒരു പ്ലാനായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ പോയി എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ശബരിമലയ്ക്ക് കൂടുതൽ ഓഫറുകൾ അനിൽ ആന്റണി നൽകുന്നുണ്ട്. പത്തനംതിട്ടയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളുമാണ്. അദ്ദേഹം രാജ്യത്തിന് കഴിഞ്ഞ 10 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാജ്യത്തിന് അടുത്ത 15 വർഷം 20 വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഭാരതം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ തലപ്പത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പം ഇത് അവിടുത്തെ 20 മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കും. കാര്യം മോദിജി എന്ന വ്യക്തിക്ക് ഇന്ന് കേരളത്തിലും ഏറ്റവും ഗുഡ്വില്ലുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. ശബരിമല ഒരു വിഷയമാണ്. കാര്യം അവിടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇന്ന് കൊടുക്കുന്നില്ല. അതുപോലെ അവിടുത്തെ പവിത്രമായ ക്ഷേത്രത്തിൽ അതിന്റെ പവിത്രത കളയാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്തത് എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊരു റീസൺ തന്നെയാണ്. അതൊരു തീർച്ചയായിട്ടും ജനങ്ങളൊന്നും മറക്കത്തില്ല. പക്ഷെ അതോടൊപ്പം തന്നെ വികസനം, ആ കോൺസ്റ്റിറ്റ്യുവൻസി, ആ മണ്ഡലത്തെ ട്രാൻസ്ഫോം ചെയ്ത് ഇന്ത്യ എന്ന ഈ രാജ്യം മുന്നോട്ട് പോകുന്ന അതേ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളത് അത്യാവശ്യമാണ്.
നേതൃത്വമാണ്, അല്ല ഞാനെടുത്ത ഡിസിഷനോ ശ്രീ ജോർജ് എടുത്ത ഡിസിഷനോ അല്ല. ഇതൊക്കെ പാർട്ടി നേതൃത്വം എടുത്ത ഡിസിഷനാണ്. പക്ഷേ ഡിസിഷൻ എന്തായാലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞാനും ശ്രീ ജോർജും എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത് അനിൽ ആന്റണിക്ക് വേണ്ടിയല്ല, ഞാൻ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ അവിടെ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി ശബരിമലയെ അയോധ്യ പോലെയൊക്കെ ആക്കാനായിട്ടുള്ള ഒരു പ്ലാനാണ് ജനങ്ങളുടെ മുൻപിലേക്ക് കൊടുക്കുന്നത്. വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇവിടെ ശബരിമല കാര്യങ്ങൾ ഓക്കെയാണ്. അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തുന്ന കാര്യം PC ജോർജ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസക്കിനും ആന്റോ ആന്റണിക്കുമുള്ള വെല്ലുവിളി എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ PC-യെ ബാധിച്ച ഒരു സംഗതി തന്നെയാണ്. ഇവിടെയാണ് കൃപാസനത്തിന്റെ ഒരു പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനിൽ ആന്റണി എങ്ങനെയാണ് BJP-യിലേക്ക് വരുന്നതും അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി ആരാണ് ശരിയാക്കി കൊടുത്തതും അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുക. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഭീഷണിയാണ് കൃപാസനം അമ്മയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ആലപ്പുഴയിലെ കൃപാസനം പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നടത്തിയ സാക്ഷ്യം പറയലാണ് എലിസബത്തിന്റെ തുറന്നു പറച്ചിൽ. അനിൽ ആന്റണി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ചിന്തൻ ശിബിരത്തിൽ പ്രമേയം വന്നതോടെ ആശങ്കയായി. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുമ്പോഴാണ് BJP-യിലേക്കുള്ള വിളി വന്നതെന്ന് എലിസബത്ത് പറയുന്നു. അമ്മ എന്നെ PMOയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവരെന്നോട് BJP-യിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട. BJP-യോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. TV-യിലൂടെയാണ് അനിൽ BJP-യിലെത്തിയ കാര്യം ആന്റണി അറിഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു പേടി. 2 തവണ അനിൽ വീട്ടിൽ വന്നു. ആന്റണി സൗമ്യതയോടെയാണ് പെരുമാറിയതെന്നും എലിസബത്ത് പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോനെ പപ്പ നീ വീട്ടിൽ വരുന്നതിനോട് ഒരു എതിരുമില്ല, പക്ഷേ രാഷ്ട്രീയം മാത്രം ആരും വീട്ടിൽ സംസാരിക്കാൻ പാടില്ല, കുടുംബകാര്യങ്ങൾ മാത്രം. എല്ലാവരും അവനോട് പെരുമാറുന്നുണ്ട്. വീട്ടിൽ അവനെ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. അവനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ആന്റണിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനും രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ നിൽക്കാനും പ്രാർത്ഥിച്ചിരുന്നതായും അതിന്റെ ഫലമായാണ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയതെന്നും എലിസബത്ത് വിശ്വസിക്കുന്നു. ഉടമ്പടികൾ എടുത്ത് പ്രാർത്ഥിച്ച ശേഷം ഫലമുണ്ടായാൽ സാക്ഷ്യം പറയണമെന്ന രീതി പിന്തുടർന്നാണ് കൃപാസനത്തിൽ എലിസബത്ത് സംസാരിച്ചത്. മകൻ എന്നുള്ള രീതിയിൽ താങ്കളെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിന്റെ രാഷ്ട്രീയം വീട്ടിൽ പറയണ്ട എന്ന് പുള്ളിക്കാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു നേതാവാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തനംതിട്ടയിൽ കാര്യമായിട്ട് തന്നെ ദൈവങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് കേട്ടോ. കൃപാസനം മാതാവ് തെരഞ്ഞെടുത്ത അനിൽ ആന്റണി ശബരിമല അയ്യപ്പന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ അതിനെ നോക്കിക്കണ്ടാൽ മതി. BJP-യുടെ ബാക്കി പുലിക്കുട്ടികളെ പലയിടത്തായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ചെമ്പിൽ സ്വർണം പൂശിയ കിരീടം നൽകി എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. ശുദ്ധ തോന്നിയാസാണ്. ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും അതെടുത്ത് തൂക്കി നോക്കി അതിൻ്റെ കണക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് ശുദ്ധ തോന്നിയാസാണ്. അങ്ങനെയൊന്നും തൂക്കി നോക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ആരും ഗിഫ്റ്റ് തരുന്നത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി ഗിഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആലോചിക്കേണ്ടി വരും. ഭയങ്കര മോശമായിപ്പോയി. അപ്പം അങ്ങനെയുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും പത്തനംതിട്ട കൃപാസനം മാതാവിൻ്റെ കയ്യിലാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. നന്ദി.